ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം അതുമായിട്ട് ബന്ധപ്പെട്ട ഫോർമുലാസും അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് നോക്കാം. ട്രെയിനിൻ്റെ സ്പീഡ്, വേഗത, ഡിസ്റ്റൻസ് ബൈ ടൈം. ഉദാഹരണത്തിന് 90 km/hലാണ് ട്രെയിൻ സഞ്ചരിക്കുന്നത്. ഏത് ഞായറായാലും എന്തായാലും എന്ന് വെച്ചാൽ അർത്ഥം 1 മണിക്കൂറിൽ 90 km സ്പീഡ് കാണാനുള്ള ഫോർമുല ദൂരം ഡിവൈഡഡ് ബൈ സമയം, ഡിസ്റ്റൻസ് ബൈ ടൈം. തിരിച്ച് ഡിസ്റ്റൻസ് കാണാനാണെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം. ടൈം കാണാനാണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ടൈം കാണാനാണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇത് ഇനിയിപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ്, സിഗ്നല്, ആളെ കടന്നു പോവുക അങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ ഡിസ്റ്റൻസ് കാണാൻ, ദൂരം കാണാൻ ട്രെയിനിൻ്റെ നീളം മാത്രം കണക്കാക്കിയാൽ മതി. പ്ലാറ്റ്ഫോമിൻ്റെ ദൂരം, പാലത്തിൻ്റെ ദൂരം, തുരങ്കത്തിൻ്റെ ദൂരമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഡി കാണണമെങ്കിൽ ട്രെയിനിൻ്റെ നീളത്തിൻ്റെ കൂടെ പ്ലാറ്റ്ഫോമിൻ്റെ നീളം കൂട്ടണം. ആകെ ദൂരം കാണണമെങ്കിൽ, ഡിസ്റ്റൻസ് കാണണമെങ്കിൽ ട്രെയിനിൻ്റെ ദൂരത്തിൻ്റെ കൂടെ പാലം വന്നിട്ട് പാലത്തിൻ്റെ നീളം കൂട്ടണം. ദൂരം കാണാൻ തുരങ്കത്തിൻ്റെ ആണെങ്കിൽ ട്രെയിനിൻ്റെ ദൂരത്തിൻ്റെ കൂടെ, ട്രെയിനിൻ്റെ നീളത്തിൻ്റെ കൂടെ തുരങ്കത്തിൻ്റെ നീളം കൂടെ കൂട്ടണം. അതുപോലെ ഈ km/h m/s ആക്കാൻ 5/18 ഇട്ട് ഗുണിക്കണം. 5/18 ഇട്ട് ഗുണിക്കണം. ഇനി m/s km/h ആക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ. 18/5 ഇട്ട് ഗുണിക്കണം. 18/5 ഇട്ട് ഗുണിക്കണം.